Welcome to BSc Main Physics, Digital Electronics and Computer Science paper, Semester 6, Paper 4. And this is the 65th lecture. Lecture number 65, Assembly Language and Instruction Sets of 8085 Microprocessor. Assembly Language and Instruction Set or Sets of 8085 Microprocessor. അപ്പോൾ ഇത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിൻ്റെ ഭാഗമാണ്. 65ാമത്തെ ക്ലാസ്. ഇന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ്, ഈ മൈക്രോ പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ്, അതിനൊപ്പം തന്നെ അതിനകത്തുള്ള ഏതാനും ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്, അതാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സീ വാട്ട് ഈസ് അസംബ്ലി ലാംഗ്വേജ്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പ്രധാനമായിട്ട് 3 തരത്തിലാണ്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, രണ്ടാമത്തെ അസംബ്ലി ലാംഗ്വേജ്, മൂന്നാമത്തത് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജ് 0യും 1ഉം അല്ലെങ്കിൽ 1ഉം 0യും വെച്ചുള്ള രീതിയാണ് മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ C++, ജാവ, ഫോർട്രാൻ പോലെയുള്ള ലാംഗ്വേജ് വരും, ബേസിക്കൊക്കെ വരും. അതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ ലാംഗ്വേജാണ് ഈ മെഷീൻ ലാംഗ്വേജിൻ്റെയും ഈ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഇടയ്ക്കുള്ള ഇൻബിറ്റ്വീൻ ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രധാനമായിട്ടും ചില ന്യൂമോണിക്സിലാണ്, ചില പ്രത്യേക വാക്കുകൾ, ന്യൂമോണിക്സ്, മെമ്മറി എയ്ഡ് ന്യൂമോണിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അസംബ്ലി ലാംഗ്വേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡെഫിനേഷനായിട്ട് പഠിച്ചാൽ മതി ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ഏതെല്ലാം ടേമുകളാണ് ഈ 8085 മൈക്രോ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും ഓർത്താൽ മതി. What is assembly language and what are the mnemonics? What are the words used in 8085 microprocessor? That we discuss some examples. You see, an assembly language is a low-level programming language designed for a specific type of processor. ഒരു പ്രത്യേക പ്രോസസ്സർ 8085 പോലുള്ള പ്രോസസ്സറിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. 8085 പോലെയുള്ള MPUവിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. അതിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു ഇൻബിറ്റ്വീൻ ലാംഗ്വേജ് അല്ല, മിഡിൽ ലെവൽ ലാംഗ്വേജാണ് ശരിക്കും പറഞ്ഞാൽ. ഇറ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈലിംഗ് സോഴ്സ് കോഡ് ഫ്രം എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് C or C++, but also can be written from scratch. Assembly code can be converted into machine code using an assembler. അപ്പോൾ അസംബ്ലർ എന്ന് പറയുന്ന ഡിവൈസ്, അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഈ അസംബ്ലി കോഡിനെ മെഷീൻ കോഡായിട്ട് മാറ്റുന്നതാണ്. മെഷീൻ കോഡ്, മെഷീൻ ലാംഗ്വേജ് 0-1 പോലെയുള്ള ബൈനറി ഡിജിറ്റ്സാണ്. അസംബ്ലി ലാംഗ്വേജിൽ പ്രത്യേക ചില വേർഡുകളാണ്. അതിന് മുകളിലാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡുകളെ നമുക്ക് ഈ മെഷീൻ ലാംഗ്വേജ്, ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് അതിലേക്ക് മാറ്റാം, 0-1ലേക്ക് മാറ്റാം. അതിന് പ്രത്യേക സംവിധാനമുണ്ട്. അതിനെ അസംബ്ലർ എന്ന് പറയും. അസംബ്ലി ലാംഗ്വേജിലെ ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഡിവൈസുകളെ അസംബ്ലർ എന്ന് പറയും. അസംബ്ലർ. അപ്പോൾ വാട്ട് ഈസ് എൻ അസംബ്ലർ? പഴയ ക്വസ്റ്റ്യനാണ്. വാട്ട്സ് എൻ അസംബ്ലർ? അസംബ്ലി കോഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു മെഷീൻ കമ്പ്യൂട്ടർ കോഡ് യൂസിങ് അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞ ഡിവൈസ്, സംവിധാനം ഉപയോഗിച്ചിട്ട് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജാക്കി കൺവേർട്ട് ചെയ്യാം. Since most compilers convert source code directly to machine code, software developers often create programs without using assembly language. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നൊരു കമ്പൽസറി കാര്യങ്ങളല്ല. കാരണം സോഴ്സ് കോഡിനെ നേരിട്ട് മെഷീൻ ലാംഗ്വേജാക്കി മാറ്റാം. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില സൗകര്യത്തിന് വേണ്ടി ചിലർ ഈ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഹൗവർ ഇൻ സം കേസസ് അസംബ്ലി കോഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻ ട്യൂൺ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് ഈ അസംബ്ലി ലാംഗ്വേജ് നമുക്ക് പ്രയോജനപ്പെടും. ഫോർ എക്സാമ്പിൾ, എ പ്രോഗ്രാമർ മേ റൈറ്റ് എ സ്പെസിഫിക് പ്രോസസ് in assembly language to make sure its function as efficient as possible. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അത് എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അസംബ്ലി ലാംഗ്വേജിൽ അത് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. Again, while assembly languages differ between processor architectures,
they often include similar instructions and operators. അപ്പോൾ പല ഈ മൈക്രോ പ്രോസസ്സിനും ഒരേ തരത്തിലുള്ള ഈ അസംബ്ലി ലാംഗ്വേജ് ടേംസ് കോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രോസസ്സർ മാറിയാലും കമ്പ്യൂട്ടർ മാറിയാലും അതിനകത്ത് ഈ കോഡുകൾ, ഈ അസംബ്ലി കോഡുകൾ നമുക്ക് വിവിധ പ്രോസസ്സറിനകത്ത് ഉപയോഗിക്കാം. ബിലോ ആർ സം എക്സാമ്പിൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സപ്പോർട്ടഡ്. അപ്പോൾ താഴെ പറയുന്നവയാണ്, ഇനി പറയുന്നതാണ് ഈ പ്രോസസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്ന ചില കോഡുകൾ, ഈ അസംബ്ലി കോഡുകൾ, അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ഇനി പറയുന്നതാണ്. ഒന്ന് MOV, മൂവ് ഡേറ്റ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കോഡാണ്, അസംബ്ലി കോഡാണ് MOV. രണ്ടാമത് ആഡ്. അപ്പോൾ ഇത് കൊടുത്താൽ 2 വേരിയബിൾ ആഡ് ചെയ്യും. ഇത് നമ്മുടെ 8085 ആഡാണ് ഉപയോഗിക്കുന്നത്, 2 രജിസ്റ്ററിലുള്ള സംഖ്യകൾ കൂട്ടാനായിട്ട്. പിന്നെ സബ് കേട്ടാൽ മനസ്സിലാകും, സബ്ട്രാക്ഷൻ്റെ ആദ്യ 3 ലെറ്റേഴ്സാണ്. സബ്ട്രാക്ട് എ വാല്യൂ ഫ്രം അനദർ വാല്യൂ. പുഷ് ഡേറ്റ ഓൺ ടു സ്റ്റാക്കിലേക്ക് ഡേറ്റ മാറ്റുന്നതിന്. പോപ്പ് ഡേറ്റ ഫ്രം എ സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ പോപ്പ് ചെയ്യുന്നതിന്. ജംപ് ടു അനദർ ലൊക്കേഷൻ. INT, ഇൻറ്ററപ്റ്റ് എ പ്രോസസ്. INT മീൻസ് ഇൻറ്ററപ്റ്റ്. JMP മീൻസ് ജമ്പ്, അതിൽ ചുരുക്കപ്പേരാണ്, അതിൽ ന്യൂമോണിക്കാണ്. ന്യൂമോണിക്കിൻ്റെ സ്പെല്ലിങ് MONIC എന്നാണ്. അതിൻ്റെ അർത്ഥം മെമ്മറി കോഡ്, മെമ്മറി എയ്ഡ് എന്നാണ്. ഇനി അടുത്ത ഹെഡിങ്. അപ്പോൾ അത്രയാണ് അസംബ്ലി ലാംഗ്വേജിനെ കുറിച്ച്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. അസംബ്ലി ലാംഗ്വേജ് കോഡുകളാണ് ഈ എഴുതിയിരിക്കുന്ന MOV, ആഡ്, സബ് പോലെ ഉള്ളത് അസംബ്ലി ലാംഗ്വേജ് കോഡുകളാണ്. ഇനി മൈക്രോ പ്രോസസ്സർ 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്. ഏതെല്ലാം ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഒരു 4-5 ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉണ്ട്, 5 ഉണ്ട്. എല്ലാം നമുക്ക് പഠിക്കുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രധാനപ്പെട്ടത് 1-2 പറയാം. അപ്പോൾ ഇതാണ് 5 ഇൻസ്ട്രക്ഷൻ സെറ്റ്. കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഒരു 8085 മൈക്രോ പ്രോസസ്സറിൽ ഉള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ഈ പറയുന്ന 5 കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഇതെല്ലാം വിശദമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് വൺ. നമുക്ക് ആ കൺട്രോളും അരിത്മെറ്റിക്കിൻ്റെ എക്സാമ്പിൾ പറയാം, ബാക്കി അങ്ങ് ലീവ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ്ങും സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് മീനിങ്. കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ 5 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉള്ളതിൽ നമ്മൾ കൺട്രോളും അരിത്മെറ്റിക്കുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് അത് NOP കൺട്രോൾ ഇൻസ്ട്രക്ഷനാണ്. അതാണ് ഓപ്പറേഷൻ കോഡ്. ഓപ്പറാൻഡ് എന്താണ് ഇവിടെ ചെയ്യുന്നത്, എന്താണ്, ഏതിൻ്റെ പുറത്താണ് അത്? അങ്ങനെ ഒന്നുമില്ല. നോ ഓപ്പറേഷൻ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഇല്ല. നോ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്, ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ആൻഡ് ഡീകോഡഡ്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. HLT. അടുത്തത് ഓപ്പറാൻഡ് നാൻ. മീനിങ് ഹാൾട്ട് ആൻഡ് എൻ്റർ വെയിറ്റ് സ്റ്റേറ്റ്. ഹാൾട്ട് ആൻഡ് എൻ്റർ വെയിറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ദ CPU ഫിനിഷസ് executing the current instruction and stops further execution. An interrupt or reset is necessary to exit from the halt state. halt സ്റ്റേറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന് ഒരു ഇൻ്ററപ്റ്റോ അല്ലെങ്കിൽ റീസെറ്റ് ഇൻസ്ട്രക്ഷൻ വേണ്ടി വരും. പിന്നെ DI, അപ്പോൾ അത് നോ ഓപ്പറാൻഡാണ്. അത് ഡിസേബിൾ ഇൻ്ററപ്റ്റ്സ് ആണ്. ദ ഇൻ്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് is reset and all interrupts are disabled except trap. ഓർമ്മയുണ്ടല്ലോ, പ്രയോറിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. അടുത്തത് EI ഓപ്പറാൻഡ് നണ്ണാണ്. അത് എനേബിൾ ഇൻറ്ററപ്റ്റ്സ് ആണ്. ഇത് ഇൻറ്ററപ്റ്റ്സ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ സെറ്റ് ആൻഡ് ഓൾ ദി ഇൻറ്ററപ്റ്റ്സ് ആർ എനേബിൾഡ്. RIM
this instruction is used to read the status of interrupts 7.5, 6.5 and 5.5 are registers ഓർത്താൽ മതി registers and read serial data input bit SID bit read ചെയ്യുന്നതിനാണ്. SIM operand none set in interrupt mask. This instruction is used to implement the interrupts 7.5, 6.5, 5.5 and serial data output. അപ്പം അത്രയാണ് ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇനി നമുക്ക് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ്റെ ഏതായാലും എക്സാമ്പിൾ പറയുകയാണ്. അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ ആഡ് നമുക്ക് പരിചയമുള്ളത് കൊണ്ടാണ് അത് മാത്രം കൊടുക്കുന്നത്. ആഡ് REM ഓപ്പറാൻഡ് REM ആണ്. ആഡ് രജിസ്റ്റർ ഓർ മെമ്മറി. R means register, M means memory. Add register or memory to the accumulator. The contents of the register or memory are added to the contents of the accumulator and the result is stored in the accumulator. Example, add K. ഇനി അടുത്ത ADC, അടുത്ത ഒരു അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ. അത് റീഡ് മെമ്മറിയാണ്, രജിസ്റ്റർ മെമ്മറിയാണ്. ആ രജിസ്റ്റർ ടു ദി അക്യുമുലേറ്റർ വിത്ത് ക്യാരി എന്നുള്ള അർത്ഥം. ഇത് കണ്ടൻസ് ഓഫ് ദി രജിസ്റ്റർ ഓഫ് മെമ്മറി ആൻഡ് the carry flag are added to the contents of the accumulator and the result is stored in the accumulator. Example, ADCK. അടുത്ത ഇൻസ്ട്രക്ഷൻ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ ADI 8-bit ഡേറ്റയാണ് ഓപ്പറാൻഡ്. ആഡ് immediate to the accumulator. Add this to immediate. Add the immediate to this accumulator. The 8-bit data is added to the contents of the accumulator with the result and the result is stored in the accumulator. Example, ADI 5.55K. At the ACI 8-bit data operand, add the immediate to the accumulator with the carry. The 8-bit data and the carry flag are added to the contents of the accumulator and the result is stored in the accumulator. ACI 55K. Example. Next, LXI operand REG pair 1 16-bit data, that is operand. Load the register pair immediate. The instruction stores 16-bit data into the register pair designated in the operand. Example, LXIK, 3025M. At the DAD, register pair operand. Add the register pair to H&L registers. The 16-bit data of the specified register pair are added to the contents of the HL register. Example, DADK. SBB REM operand. Subtract the source and borrow from the accumulator.
the contents of the register or the memory and M, the borrow flag V is and subtracted from the contents of the accumulator and the result is placed in the accumulator. Example, SBBK. SUI, 8-bit data operand. Subtract the immediate from the accumulator. The 8-bit data is subtracted from the contents of the accumulator and the result is stored in the accumulator. Example, SUI 55K. അപ്പോൾ ഇത്രയാണ് അരിത്തമാറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ സെറ്റിലുള്ളത്. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം ഒന്ന് പഠിച്ചിരിക്കുക. ഞാൻ ഈ തരുന്ന ക്വസ്റ്റിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് അസംബ്ലി ലാംഗ്വേജ്? ചോദിക്കാവുന്ന ചോദ്യമാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നൊരു ചോദ്യമാണ്. വാട്ട് ഈസ് അസംബ്ലി ലാംഗ്വേജ്? ഗീവ് എക്സാമ്പിൾസ് ഫോർ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്. അവിടെ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ആഡ് സബ് കൊടുത്തിട്ടില്ലേ, ആ എക്സാമ്പിളാണ് ഓർക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഇൻ 8085 മൈക്രോ പ്രോസസർ? 5 ഇൻസ്ട്രക്ഷൻ സെറ്റ്, കൺട്രോൾ, ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് പിന്നെ ഉത്തരം. നമ്പർ 3, ഗീവ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ കൺട്രോൾ ആൻഡ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ 8085 മൈക്രോ പ്രോസസർ. അപ്പോൾ കൺട്രോൾ അതുപോലെ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ്റെ ഈ 2 എക്സാമ്പിൾ പറയുക. തൊട്ടും മുകളിൽ നമ്മൾ കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ആഡ് ആൻഡ് ADI. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനായ അല്ലെങ്കിൽ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷനായ ADD ADI അതിൻ്റെ മീനിങ് എഴുതുക. ഞാനൊരു സാമ്പിൾ കൊടുത്തുന്ന കൂടുതലുണ്ട്. അപ്പോൾ ഈ സാമ്പിൾ എങ്കിലും പഠിക്കുക. അതിന് റൈറ്റ് സൈഡിൽ എൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ അസംബ്ലി ലാംഗ്വേജ് എന്താണെന്നുള്ളത്. അപ്പോൾ ദിസ് ഈസ് ദി 65th ലെക്ചർ. അപ്പോൾ ഒരു ക്ലാസ് കൂടി കൊണ്ട് നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ C++ പോലെ. അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല, അത് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഒരു 1-2 പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നമ്മൾ ഈ മൈക്രോ പ്രോസസ്സർ എന്നുള്ള ചാപ്റ്റർ ബൈൻഡപ്പ് ചെയ്യുന്നതാണ്. അതിലൂടെ പേപ്പറും തീരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഈസ് ദി ലാസ്റ്റ് ക്ലാസ് based on this paper. Thank you.